ഓം ഭുവനേശ്വരി നമ. ജ്യോതിഷവും പരിഹാര കർമ്മങ്ങളുടെ ഐശ്വര്യപ്രദമായ ജീവിതം എന്ന പദ്ധതിയിൽ ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം എന്ന് പറയുന്നത് പുതിയ വസ്ത്രം ധരിക്കേണ്ട ദിവസം, അത് പ്രത്യേകിച്ച് നക്ഷത്രം ഏതാണ്. നമുക്കെല്ലാവരും പുതിയ വസ്ത്രങ്ങൾ എപ്പോഴും വാങ്ങുന്ന വ്യക്തികളാണ്. പക്ഷേ ഈ ഒരു നല്ല ദിവസം നോക്കി പുതിയ കാര്യങ്ങൾ ചെയ്യുക നമ്മളൊരു മാമൂലി ചടങ്ങ് എന്ന് പറഞ്ഞുള്ള പുതുവസ്ത്രം നമ്മൾ ധരിക്കുന്നത് നല്ല ദിവസം നോക്കി ധരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ശോഭിക്കപ്പെടും. നമുക്കതിൽ നിന്നൊരു ഭാഗ്യം കടാക്ഷിക്കപ്പെടാം. നമുക്ക് പുതിയ ഒന്നിനെ തിരഞ്ഞെടുക്കാൻ സാധിക്കും. അത് വെച്ചാൽ അതിനോടൊപ്പം തന്നെ നമുക്ക് ചിലപ്പം ലഭിക്കപ്പെടാം. നമ്മൾ പറഞ്ഞല്ലേ, നമുക്ക് കിട്ടുന്ന ചില ദിവസങ്ങൾ ഭാഗ്യമുള്ള ദിവസമാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ലഭിക്കപ്പെടും, കൈനീട്ടം ലഭിക്കപ്പെടും, അന്ന് ചിലപ്പോൾ നമുക്ക് വളരെ വലിയൊരു പ്രൊജക്റ്റ് നമുക്ക് നടക്കപ്പെടാം, അല്ലെങ്കിൽ നമുക്കൊരു ധനസമ്പാദ്യം ഉണ്ടാകാം, നമുക്ക് നല്ല സന്തോഷകരമായ കാര്യം നടക്കാം എന്ന് പറയുന്ന പോലെ ഒരു പുതുവസ്ത്രം എന്ന് പറയും. ഇപ്പം നമ്മൾ ഓണം, വിഷു, ഇങ്ങനെ വിശേഷ ദിവസം, കല്യാണം, ഇങ്ങനെയൊക്കെയുള്ള വിശേഷ ദിവസങ്ങൾ ചിലപ്പോൾ നമുക്ക് ആ നക്ഷത്രം നോക്കി വസ്ത്രം ധരിക്കാൻ സാധിക്കത്തില്ല. പക്ഷെ നമുക്കൊരു ഗിഫ്റ്റ് കിട്ടുക, അല്ലെങ്കിൽ നമ്മളൊരു ഇഷ്ടപ്പെട്ടൊരു വസ്ത്രം നമ്മൾ വാങ്ങുക, ഇങ്ങനെ വാങ്ങിച്ചിട്ട് നമ്മളത് നല്ലൊരു ദിവസം, നല്ലൊരു നക്ഷത്ര ദിവസം നോക്കി ധരിക്കുന്നത് തീർച്ചയായും നിങ്ങൾക്ക് ഭാഗ്യ കടാക്ഷം ഉണ്ടാക്കും, ഭാഗ്യ സാന്നിധ്യം ഉണ്ടാക്കും, അല്ലെ ആ ഒരു ലക്കി ഭാഗം നമുക്ക് വന്നിരും. നമ്മൾ ഉപയോഗിക്കുന്ന ചില സാധനങ്ങൾ, ചില പെൻ, നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന പെൻ, ചില പെൻ നമ്മൾ ദിവസം അല്ലെ ചില കാര്യങ്ങൾ ഉപയോഗിച്ചു ആ പെൻ കൊണ്ട് നമുക്ക് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കും. അത് നമ്മൾ മാറ്റി വെക്കും സ്വാഭാവികം. അതുപോലെ ചില ദിവസത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രം, ആ വസ്ത്രം ധരിച്ചു പോകുമ്പോൾ നമുക്ക് ചില പോസിറ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഇങ്ങനെ പലതരത്തിലുള്ള ഗുണഫലങ്ങൾ നമ്മളത് സെർച്ച് ചെയ്തെങ്കിലേ നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ, നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ ഓർണമെന്റ്സ് ആയാലും ഓരോ കാര്യങ്ങളായാലും. അപ്പം തീർച്ചയായും അതിനൊരു യോഗം കടാക്ഷം നമ്മളിലേക്ക് വന്നു ചേരുന്നതൊക്കെ ഈശ്വരീച്ഛയാണ്. അപ്പൊ ആ ഈശ്വരീച്ഛയെ നമ്മൾ ഭാഗ്യമായി കണ്ടെത്താൻ വേണ്ടി നമ്മൾ ചില ദിവസങ്ങൾ കണ്ടെത്തുന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. തീർച്ചയായും ഈ ഒരു പുതുവസ്ത്രം ധരിക്കേണ്ട ദിവസം എന്ന് പറഞ്ഞാൽ പൂയ നക്ഷത്രത്തിൽ പുതുവസ്ത്രം ധരിക്കുന്നത് വളരെ നന്നായിരിക്കും. അതുപോലെ രോഹിണി, അവിട്ടം, അത്തം, വിശാഖം, ചിത്തിര, അനിഴം, ഉത്രം, ഉത്രാടം, ഉത്രട്ടാതി, ചോതി, പുണർദം, അശ്വതി, രേവതി നക്ഷത്രത്തിൽ ഈ പുതുവസ്ത്രം ധരിക്കുന്നത് വളരെ നന്നായിരിക്കും. നിങ്ങൾക്ക് പുതുവസ്ത്രം ലഭിക്കപ്പെടുകയോ നമ്മളൊരു വസ്ത്രം വാങ്ങിച്ചാൽ ഈ ദിവസം നോക്കി, അതിനകത്ത് ഇപ്പൊ നക്ഷത്രം കയറി വരാം, നമ്മുടെ നക്ഷത്രം ഇതിനകത്ത് ഉണ്ടാവാം, എങ്കിലും ആ നക്ഷത്രം പുതുവസ്ത്രം ഉപയോഗിക്കുന്നത് വളരെ നന്നായിരിക്കും. ഇനി മധ്യമമായിട്ട് ഉപയോഗിക്കാവുന്ന ദിവസമാണ് ഈ തിരുവോണം, മകീരം, മകം നക്ഷത്രം മധ്യമമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. ദോഷമില്ലാത്ത ദിവസമാണ്. തിരുവോണം മഹാവിഷ്ണുവിന്റെ നക്ഷത്രം കൂടിയാണ്. തീർച്ചയായിട്ടും ആ ദിവസം നമുക്ക് പുതുവസ്ത്രം ധരിക്കുന്നത് കൊണ്ട് ദോഷമില്ല. തിരുവോണം, മകീരം, അതുപോലെ മകം നക്ഷത്രം. അപ്പൊ ഈ ഒരു അറിവ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ജ്യോതിഷത്തിന്റെ പുതിയ പാഠത്തിൽ നമുക്ക് നേരിട്ട് കാണാവുന്നതാണ്. നന്ദി, നമസ്കാരം.